ഇന്ന് ഈ ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പിലാണ് കിടന്നുറങ്ങുന്നത്. ഇവിടുത്തെ സ്റ്റാഫാണ്. അപ്പോൾ നമുക്കിവിടെ കിടക്കാനുള്ള സൗകര്യം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഉച്ചയ്ക്ക് ഇവിടെ വന്നതാണ്. പെരുമഴയായിരുന്നു കേട്ടോ, പെരുമഴയായിരുന്നു. ഇവിടെയൊന്നും നിൽക്കത്ത് പോലും ഇല്ലായിരുന്നു. അപ്പോൾ ഞാനവിടെ ചോദിച്ചപ്പോൾ മാനേജർ പറഞ്ഞു കുഴപ്പമില്ല, ഇവിടെ കിടന്നുറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ കുഞ്ഞിനെ മൊത്തത്തിൽ മൂടിക്കെട്ടി വെച്ചിരിക്കുകയാണ്. എങ്ങാനും മഴ പെയ്താലും അവർക്ക് തണുപ്പടിക്കരുത്. അപ്പോൾ ഇവിടെ പാവിരിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങാം. അപ്പോൾ ഇവിടെയാണ് ഇന്നത്തെ കിടപ്പ്. ഇതുണ്ടോ, ടെൻ്റടിക്കാതെ കിടക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് കാണിച്ചു തന്നാണ്. ഇതുപോലെ സൈക്കിൾ കൊണ്ടുവന്ന് ഏതെങ്കിലും ബസ് സ്റ്റോപ്പിൽ വല്ലതും കൊണ്ടുവന്ന് ചാരി വെക്കും. ചാരി വെച്ചിട്ട് ഇതുപോലെ വായിട്ടിട്ട് അങ്ങോട്ട് കിടന്നുറങ്ങും സുഖമായിട്ട്. അത്രയേ ഉള്ളൂ. പിന്നെ ജാക്കറ്റുണ്ട്. ജാക്കറ്റ് എടുക്കണോ വേണ്ടത് ഇങ്ങനെ ആലോചിക്കുക. ജാക്കറ്റിൻ്റെ തിരിപ്പുണ്ട് കേട്ടോ. നമുക്ക് വയനാട് കണ്ണൂരുള്ളൊരു സുഹൃത്ത് വന്നത് ജാക്കറ്റിൻ്റെ തിരിപ്പുണ്ട്. അപ്പോൾ അതുകൂടി ഇട്ട് ഇന്ന് കിടക്കാം, അല്ലെങ്കിൽ ബ്ലാങ്കറ്റ് ഇട്ട് കുറച്ച് സുഖമായിട്ട് കിടന്നുറങ്ങാം. നമ്മുടെ ബാഗ് നമുക്ക് തലവണയാവും. അപ്പോൾ ഇതെല്ലാം നനഞ്ഞിരിക്കുന്നതുകൊണ്ടെല്ലാം ഞാൻ വായ്പറക്കി ഇട്ടിരിക്കുകയാണ്. ഇത് മുഴുവൻ കുഞ്ഞിക്കുള്ള ബിസ്ക്കറ്റാണ് കേട്ടോ. വഴിയിൽ നിന്നൊക്കെ ആൾക്കാർ തരുന്നതും ഞാൻ വാങ്ങിച്ചത് നല്ല ബിസ്ക്കറ്റുകളാണ്. മറ്റൊക്കെ എല്ലാവരും നമ്മുടെ ചോക്ലേറ്റ് ക്രീം ബിസ്ക്കറ്റൊക്കെയാണ് ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നത്. പക്ഷേ വഴിയിൽ നിന്നൊക്കെ ഒരുപാട് പേര് ആരോ റൂട്ടും ഒക്കെ തരാറുണ്ട്. അപ്പോൾ ശരി, ഇന്നത്തെ യാത്ര ഇവിടെ ഉച്ചയ്ക്ക് അവസാനിപ്പിച്ച് കിടന്നുറങ്ങാൻ പോവാം. ഓക്കെ. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മൾ മൽഗാവിൽ നിന്ന് 13 കിലോമീറ്ററോളം പോന്നിട്ടുണ്ട്. അപ്പോഴത്തെ ഇവിടെ കാണുന്ന ഒരു കാഴ്ച, നമ്മൾ ബിർള മന്ദിർ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴത്തെ നിബിഡ വനങ്ങളും അല്ലാത്ത കൃഷിസ്ഥലങ്ങളും തരിച്ചു കിടക്കുന്ന ഭൂമിയും ഒക്കെ ആയിട്ടുള്ള പ്രദേശമാണിത്. ഇതുണ്ട്, പുൽമേടുകളാണ്. നമ്മുടെ വാഗമണ്ണിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുന്ന പോലെയുള്ള പുൽമേടുകളാണ്. അപ്പോൾ ഈ ബിൽഡിങ്ങൊക്കെ ഇത് കോട്ടേജുകളാണ് കേട്ടോ. പക്ഷേ അതിൻ്റെ കിടപ്പ് കണ്ടു കഴിഞ്ഞാൽ കഷ്ടം തോന്നും. അതുപോലെ തന്നെ മുമ്പിൽ കാണുന്നത് ബിർള മന്ദിറിലേക്കുള്ള റോഡാണ്. 566 യാത്ര ചെയ്യുന്നത്. അത് കടൽ തീരത്തൂടെയാണ് യാത്ര പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് 66 നിന്ന് നമ്മളിങ്ങോട്ട് തിരിഞ്ഞതാണ്. അപ്പോൾ മനോഹരമായ കാഴ്ചകളിലൂടെ ഇന്നത്തെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഞാൻ ഇന്നലെ കിടന്ന ഒരു പെട്രോൾ പമ്പിലാണ്. അവിടെ നിന്ന് ഇങ്ങ് പോന്നു. ഇതെല്ലാം കാട് പിടിച്ച് കിടക്കുന്ന ഹൈവേ ആണ് കേട്ടോ. ഇത് ഇവിടെയൊന്നും മെയിൻ്റനൻസ് ഒന്നുമില്ല കേട്ടോ. ഹൈവേക്ക് വളരെ മോശം തന്നെ. ഫോറിനേഴ്സൊക്കെ വരുന്ന സ്ഥലമാണ്. എന്നിട്ട് ഇതിങ്ങനെ വൃത്തികേടായിട്ട് ഇപ്പോഴാണ് അതൊക്കെ വെട്ടുന്നത്. നേരത്തെ വെട്ടേണ്ടതായിരുന്നു, ഇപ്പോഴാണ്. ഇന്നലെ മഴയത്തൊക്കെ നിന്ന് ആൾക്കാർ വെട്ടുന്നത് കണ്ട്. അപ്പോൾ ഈ യാത്രയിൽ നമ്മൾ കുറേ കാഴ്ചകൾ കണ്ടതിൻ്റെ കൂടെ ഇങ്ങനെയുള്ള ഹില്ലി ഏരിയയുടെ ഡൗൺ സൈഡിലേക്ക് പോവുകയാണ്. ഇവിടെ ഒരു ചെറിയ നദിയുണ്ട്. നദി ക്രോസ് ചെയ്ത് വേണം നമ്മൾ പോകാൻ. അപ്പോൾ ശരി, നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പോഴത്തെ നമ്മൾ ബിർള മന്ദിറിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തെ എൻ്റെ വലത്തുവശത്ത് നമുക്ക് ബിർള മന്ദിർ കാണാൻ പറ്റും. ഇതാണ് ബിർള മന്ദിർ. നമ്മൾ ഹൈദരാബാദിൽ പോയിരുന്നെങ്കിലും അവിടെ മൊത്തമായിട്ട് നമുക്ക് കാണാൻ പറ്റിയില്ല. ഇതാണ് ബിർള മന്ദിർ. അപ്പോഴത്തെ മഹാരാഷ്ട്രക്കാരായിട്ടുള്ള കുറേ പേര് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ കാണാൻ വേണ്ടി. ഹായ്, കേരള से हूँ। हाँ जी भाई, नो पार्किंग एरिया है। नहीं, हम इधर जाने वाले नहीं, वो उधर जाके बस टर्निंग है। पूरा नो पार्किंग एरिया है। बाद में 100-200 नहीं है, 5,000 का ऊपर डालेगा। हाँ, ये रिवर्स जाओगे। इसका नाम क्या है? कुछ ही लपड़ा है, इसलिए मैं भी ये वीडियो खींचने के लिए थोड़ा इधर का कश्मीर जा रहे हो? हाँ जी। कितना दिन? अभी एक साल हो गया घर से निकाल के। हाँ,
वो पूरा स्टेट पूरा घूम के आता है। हाँ हाँ, अब अभी अभी ये गोवा होने के बाद महाराष्ट्र आएगा। हाँ अब महाराष्ट्र से हाँ हम कोल्हापुर से कोल्हापुर आएगा, ज़रूर आएगा। ये मेरा यूट्यूब चैनल और इंस्टाग्राम आईडी फॉलो करके रखो। बाद में मैं जिधर जाता है उसी टाइम में अपडेशन इंस्टा पर भी हो ना? इंस्टा में होता है। हर दिन किधर है मालूम पड़ेगा। हम रिक्वेस्ट भेज के रखते हैं, कोल्हापुर में जब आओगे तब ओके ओके जी। आएगी। अभी पूरा गोवा घूमा। गोवा घूमे हाँ। आज चौथा दिन है। अच्छा अभी ये मंदिर को आया थे। हाँ मैं भी आ रहे, मैं घुमा के आएगा। ഓക്കെ ജി ठीक है। അപ്പോൾ ഇതാണ് ബിർള മന്ദിർ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് പോകണമെങ്കിൽ ഇച്ചിരി സമയം എടുക്കും. കാരണം ഇനി അവിടുന്ന് ഒരു 1 കിലോമീറ്റർ പോയിട്ട് തിരിച്ച് കയറി തള്ളിക്കയറ്റി വരണം. അപ്പോൾ ആ ടൈം എടുക്കും. അപ്പോൾ അതെ ഇവിടുത്തുകാർ 2 പേര് വന്നിട്ടുണ്ട് കേട്ടോ. അവർ നമ്മളെ കണ്ടു നിർത്തിയതാണ്. അപ്പോൾ അതെ ഇതാണ് ഈ ഭാഗത്തെ വാസ്കോയിലോട്ട് പോകുന്നതിൻ്റെ ഭാഗത്തെ നമ്മുടെ ഒരു ബിൽഡിങ്ങിൻ്റെ ഏരിയ. മുഴുവൻ ഹോട്ടലുകളും റിസോർട്ടുകളും ഒക്കെയാണ്. അതിൻ്റെ അപ്പുറത്ത് കടൽ കയറി കിടക്കുന്ന കായൽ ഭാഗം, കടലിലോട്ട് ഇറങ്ങി കിടക്കുന്ന ഭാഗമുണ്ട് അവിടെ. അപ്പോൾ അവിടെയും നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ബിർള മന്ദിറും ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഈ ഏരിയ ഇങ്ങനെ കവർ ചെയ്ത് കിടക്കുകയാണ്. ഇത് മുഴുവൻ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആയതുകൊണ്ട് ഫുള്ളായിട്ടും ഇങ്ങനെ വലിയ ബിൽഡിങ്ങുകളാണ് കേട്ടോ. അതിനിടയ്ക്ക് തന്നെ ഫ്ലൈറ്റ് കറങ്ങുന്നുണ്ട്. F-31 ഒക്കെ ആണെന്ന് തോന്നുന്നു. പണ്ട് നിൽക്കുന്ന ആൾക്കാരുടെ പോകുന്നു. സൗണ്ട് അതിൻ്റെ ആവട്ടോ. അപ്പോൾ ശരി, നമുക്ക് യാത്ര തുടരാം. അപ്പം നമ്മൾ ബിർള മന്ദിറിലോട്ട് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് 3 മണിക്കാണ് ഇത് തുറക്കുന്നത്. ഇനി 9:30 വരെയാണ് ഈ ബിർള മന്ദിർ തുറക്കുന്നത്. അപ്പോഴത്തെ ഇവർ മുംബൈയുടെ ബോർഡറിൽ നിന്നുള്ള ആളുകളാണ്. ഇവർ രാജസ്ഥാൻകാരാണ്. ഇവരുടെ കൂടെയുള്ള വേറൊരു ചാച്ചയൊക്കെ ഉണ്ട്, ചാച്ച വരുന്നു. ഇവർ മുംബൈയിൽ നിന്നുള്ള ആളുകളാണ്, മുംബൈയുടെ ബോർഡറിലാണ്. അപ്പോൾ ഇപ്പോൾ ഇവരുമായിട്ട് കുറേ നേരമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവരുടെ ഒരു കൊച്ചു മോളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കയറി വരുമ്പോഴേ കാണുന്ന ആ ഒരു കവാടം വളരെ മനോഹരമായ ഒരു കവാടമാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ ആ ഒരു പഴയകാല ഒരു നിർമ്മിതിയുടെ, അതായത് ഒരു ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഒരു ശ്രീകൃഷ്ണൻ്റെ ആ ഒരു ഗോകുലത്തിൻ്റെ ഒരു എൻട്രൻസ് പോലെയുള്ള ഒരു രീതിയിലാണിത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊരു ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. അപ്പോൾ ഇവിടുത്തെ ബിർള എഞ്ചിനീയറിംഗ് കോളേജ് സ്കൂള് അതിൻ്റെ എല്ലാം അടുത്ത് തന്നെ ഇങ്ങനെയൊരു മന്ദിരം നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഹൈദരാബാദിൽ ചെന്നപ്പോൾ ഇത് കണ്ടതാണ്. ഹൈദരാബാദിലെ വേൽമുരുകൻ്റെ മന്ദിറിൽ നമ്മൾ പോയതാണ്, അമ്പലത്തിൽ. വളരെ മനോഹരമായൊരു ലാൻഡ്സ്കേപ്പൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, വരുന്നവർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ട്. ഇത് വാഷ്റൂമാണ് ആ കാണുന്നത്, അതുപോലെ തന്നെ സെക്യൂരിറ്റി കൗണ്ടർ. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ആൾബഹളം കുറവുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ വീഡിയോ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വരുമ്പോൾ ഇവിടെ കാണുന്ന ആളുകൾക്ക് വിശ്രമിക്കാനുള്ള ഏരിയ, ചെയറും മാർബിളിൻ്റെ ടേബിളും ഒക്കെ ആയിട്ടുള്ള ഒരു ഏരിയയാണ് കാണുന്നത്. ഇപ്പോൾ ഇവിടെ മെയിൻ്റനൻസ് പണികൾ നടക്കുന്നതുകൊണ്ടാണ് ഇത് അടച്ചിട്ടിരിക്കുന്നത്. കയറി വരുമ്പോഴേ മനോഹരമായ ഗാർഡൻ ഉണ്ടോ, നിറയെ ചെടികളുമായിട്ടുള്ള ഗാർഡൻ. നമ്മൾ ഊട്ടിയിലൊക്കെ പോയപ്പോൾ കണ്ട പോലെ തന്നെ, ഊട്ടിയിൽ പുഷ്പമേളയ്ക്ക് പോയപ്പോൾ കണ്ട പോലെ തന്നെ ചെടികളൊക്കെ വളരെ മനോഹരമായിട്ട് നിൽക്കുന്നു. അവിടെയെല്ലാം മാർബിളിൻ്റെയൊക്കെ വർക്ക് നടക്കുകയാണ്, പോളിഷിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്ന് ആ വൈറ്റ് മന്ദിറിൻ്റെ ആ മാർബിൾ അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതുണ്ടോ, ഈ ചെടിയൊക്കെ തളിരില മാത്രം നിർത്തിക്കൊണ്ടുള്ള ഒരു ഇതാണ്.
ഒരു ചുമല പരവതാനി വിരിച്ച പോലെയുള്ളൊരു കാഴ്ച. അതിന് തൊട്ടടുത്ത് തന്നെ മനോഹരമായ മറ്റ് ചെടികളൊക്കെ നിൽക്കുന്നു. ആ ഇവിടെ മഹാവികൃതിപ്പെണ്ണാണ് കേട്ടോ. അവൾക്ക് ഓടിക്കളിക്കാനുള്ള സ്ഥലം കിട്ടി, അതുകൊണ്ടാണ്. അപ്പം നമ്മൾ കയറി വരുമ്പോഴേ കാണുന്നത് ബിർള മന്ദിറിലേക്ക് വണങ്ങി നിൽക്കുന്ന ബിർള ഗ്രൂപ്പിൻ്റെ ഫാദറിൻ്റെയും മദറിൻ്റെയും ബിംബങ്ങളാണ്. അത് മാർബിളിൽ നിർമ്മിച്ച ഒരു കെട്ടിടത്തിനുള്ളിൽ തന്നെ മാർബിൾ തീർത്ത ഒരു ശില്പമാണ് നിൽക്കുന്നത്. ശ്രീമതി സരളാദേവി ബിർള. ബിർള ഗ്രൂപ്പിൻ്റെ ചെയർമാനായിരുന്ന ശ്രീ വസന്ത് കുമാർജി ബിർള. രണ്ടുപേരും ശ്രീകൃഷ്ണനെ നമസ്കരിച്ച് നിൽക്കുന്ന ഒരു ബിംബങ്ങളാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് കാണാൻ പറ്റും. ഇത് മറ്റൊരു മന്ദിറാണ്. ഫുള്ള് വെള്ള മാർബിളിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ കോടികളാണ്. വെളുത്ത മാർബിൾ നിർമ്മിച്ചിരിക്കുന്ന ഒരു മനോഹര മന്ദിരം. അതുകൂടാതെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ കാണുന്ന രാധാകൃഷ്ണ ടെമ്പിളും വെളുത്ത മാർബിളിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഹൈദരാബാദിൽ ഒരു മലയുടെ മുകളിൽ ഇതുപോലെ തന്നെ ബിർളയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടും അതിനോടനുബന്ധിച്ച് തന്നെ ഒരു വലിയ മന്ദിരവും കാണാൻ പറ്റും. ഇതിൽ വരുമ്പോൾ നമ്മൾ കാണുന്നത് ഈ കൈവരികൾ വരെ മാർബിളിലാണെന്നുള്ളതാണ്. മാർബിൾ കൊത്തിയെടുത്ത കൈവരികളുമുണ്ട്. വെളുത്ത മാർബിളും കറുത്ത മാർബിളും സംയോജിപ്പിച്ചുള്ള ഒരു മനോഹര നിർമ്മിതിയാണ് ഈ ബിർള മന്ദിർ. അപ്പോൾ നമുക്ക് പുറത്ത് നിന്ന് ഇതിൻ്റെ കാഴ്ചകളൊക്കെ എടുക്കാം എന്നല്ലാതെ അകത്ത് കയറിയുള്ളതൊന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്ത് നിന്നാണ് എല്ലാ കാഴ്ചകളും ചിത്രീകരിക്കുന്നത്. ഇതാണ് ആ ബൃഹത് മന്ദിരം, ആ വലിയ ക്ഷേത്രം.